തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് സമഗ്രാധിപത്യം. 6 കോർപ്പറേഷനുകളിൽ 4 നേടിയ UDF. ഗ്രാമപഞ്ചായത്തിൽ 500 കടന്നു. മുനിസിപ്പാലിറ്റികളിലും വൻ മുന്നേറ്റമാണ്. പരമ്പരാഗത കോട്ടകളിലടക്കം തോറ്റ LDFന് കനത്ത ആഘാതമായി തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനടക്കം പിടിച്ചടക്കിയ BJP കരുത്തുകാട്ടുകയും ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇന്നോളം കാണാത്തത്ര വലിയ UDF തരംഗമാണ് ആഞ്ഞു വീശിയത്. ഇന്നേ വരെ ഇളകാതെ നിന്ന ചെങ്കോട്ടകൾ പലതും ഇളകി തകർന്നു വീണു. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കുന്നത് തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഫലം. ഇതിന്റെ ആനുകൂല്യം BJPക്കും കിട്ടി. തിരുവനന്തപുരം നഗരസഭയിൽ NDA. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം UDF ഒരേപോലെ മുന്നേറി. നഷ്ടം LDFന്. BJPയും നേട്ടമുണ്ടാക്കുന്നു. ആകെയുള്ള 941 ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 339 മാത്രമായിരുന്നു UDF ഉണ്ടായിരുന്നത്. ഇത്തവണ UDFന്റെ ആധിപത്യം 500 പഞ്ചായത്തും കടന്നു. കഴിഞ്ഞ തവണ 581 ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചിരുന്ന LDF ആകട്ടെ 341ലേക്ക് കൂപ്പുകുത്തി. കഴിഞ്ഞ തവണ 12 വിജയിച്ച NDA ഇത്തവണ അത് 26 ഉയർത്തി. 64 ഇടങ്ങളിലെ ഫലം ഒപ്പത്തിനൊപ്പമാണ്. കഴിഞ്ഞ തവണ ആകെയുണ്ടായിരുന്ന 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF 113, UDF 38 എന്നിങ്ങനെയായിരുന്നു നില. ഇത്തവണ പക്ഷേ ചിത്രം മാറി മറിഞ്ഞു. UDF 79 ഇടത്താണ് വിജയിച്ചു കയറിയത്. LDF 63 ഇടത്തും. പൂർണ്ണമായും രാഷ്ട്രീയം പ്രതിഫലിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും 7-7 എന്നതാണ് നില. തിരുവനന്തപുരവും കാസർഗോഡും അടക്കമുള്ള ജില്ലാ പഞ്ചായത്തുകളിൽ LDFന്റെ സീറ്റിന് തൊട്ടടുത്തേക്ക് UDFും എത്തി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ അട്ടിമറിയാണ് LDFനെ ഞെട്ടിച്ചു കളഞ്ഞ ഒന്ന്. കഴിഞ്ഞ തവണ UDF കൈവിട്ട മധ്യ കേരളത്തിന്റെ ഉരുക്കുകോട്ടകൾ ഇത്തവണ തിരിച്ചു പിടിച്ചു. കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും UDFനൊപ്പം. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 4 UDF ആണ്. കണ്ണൂരും തൃശൂരും എറണാകുളവും കൊല്ലവും UDF പിടിച്ചു. കൊല്ലത്തെ UDFന്റെ വിജയമാണ് LDF ക്യാമ്പിനെ ഞെട്ടിച്ച മറ്റൊരു സംഭവം. കോഴിക്കോട് കോർപ്പറേഷൻ നിലനിർത്താൻ LDFനായി എങ്കിലും വിറച്ചാണ് കടന്നുകൂടുന്നത്. തിരുവനന്തപുരം നഗരസഭയിലെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും UDF കരകയറിയപ്പോൾ LDF തകർന്നടിഞ്ഞു. അതിന്റെ എല്ലാം നേട്ടം BJPക്കും. ആകെയുള്ള 101 സീറ്റുകളിൽ 50 ഇടത്താണ് താമര വിരിഞ്ഞത്. മുനിസിപ്പാലിറ്റികളുടെ കണക്ക് പരിശോധിക്കുമ്പോഴും LDFന് തിരിച്ചടിയാണ്. ആകെയുള്ള 87-ൽ 44 സീറ്റുകൾ LDFനുണ്ടായിരുന്നു. ഇത്തവണ അത് 28ലേക്ക് താഴ്ന്നു. 41 ഇടങ്ങളിൽ ഭരണമുണ്ടായിരുന്ന UDF അത് 54 ഉയർത്തി. പാലക്കാട് നഗരസഭ നിലനിർത്തിയ BJP പന്തളം കൈവിട്ടുവെങ്കിലും തൃപ്പൂണിത്തറ പിടിച്ചു. സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിൽ UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ച തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രവർത്തിക്കാനിറങ്ങി. പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ചുമതലയുമുണ്ടായി. രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, BD സതീശൻ, VS ശിവകുമാർ, K മുരളീധരൻ തുടങ്ങിയ നേതാക്കൾക്ക് പ്രധാനപ്പെട്ട നഗരത്തിന്റെ ചുമതല നൽകി. അവരത് കൃത്യമായി നിർവഹിച്ചു. പലയിടങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം നടത്താൻ വേണ്ട പണം നൽകാൻ പോലും നേതൃത്വത്തിനുണ്ടായിരുന്നില്ല. വാർഡ് വിഭജനമായിരുന്നു മറ്റൊരു വലിയ വെല്ലുവിളി. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള വിവാദങ്ങളും. ഈ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം മറികടന്നാണ് UDFന്റെ മിന്നും വിജയം. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷനിൽ താമര വിരിയുകയാണ്. തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി NDA ഭരിക്കും, BJP ഭരിക്കും. BJP നേതാക്കൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തേക്ക് വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഇനി മുതൽ ഇവിടെ ഒരു BJP മേയർ ഉണ്ടാകും. തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാടും BJPയുടെ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിലും അതിനും അപ്പുറത്തേക്ക് സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും BJPക്ക് കടന്നു കയറാനായി, വിജയിച്ച് കയറാനായി. സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞിട്ടും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ടും വാർഡ് വിഭജനത്തിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇടതുപക്ഷമാണ്. ആ വിഷയത്തിൽ കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ ഇതുവരെയും LDFന് കഴിയുന്നില്ല. തിരുവനന്തപുരത്തെ ഉൾപ്പെടെ ചിത്രം പരിശോധിക്കുമ്പോൾ CPMൽ നിന്നും വോട്ട് കൊഴിഞ്ഞു പോയിരിക്കുന്നത് UDFിലേക്കാണ്. എങ്കിലും UDFും BJPയും തമ്മിൽ ധാരണയുണ്ടെന്ന ദുർബലമായ വാദം ആവർത്തിക്കുകയാണ് LDF. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അതേ വികാരം തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നത്. പാളിച്ചകൾ പരിശോധിച്ച് പരിഹരിക്കാൻ LDFന് മുന്നിലുള്ളത് ഇനി എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിൽക്കലെത്തി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടത്തിയ തേരോട്ടത്തിന്റെ കരുത്തിൽ UDFന് ആത്മവിശ്വാസത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിനിറങ്ങാം. BJPക്കും
ഒരുപാട് സ്വപ്നങ്ങൾ കാണാൻ വക നൽകുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അമൽത്തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.